ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 2-ാം അധ്യായമായ അപവാദ ദർശനത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ശ്ലോകം: കാര്യത്വാദസതോസ്യാസ്തി കാരണം നഹ്യതോ ജഗത് ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി മന്ദധീ. ഒന്നുകൂടി: കാര്യത്വാദസതോസ്യാസ്തി കാരണം നഹ്യതോ ജഗത് ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി മന്ദധീ. അന്വയവും അർത്ഥവും: അസതഃ കാര്യത്വാത്, അസത്തായ വസ്തുവിൻ്റെ കാര്യത്വം, അതായത് സത്തയില്ലാതാണെങ്കിലും ഈ ജഗത്താകുന്ന കാര്യം ഉള്ളതിനാൽ അസ്യ കാരണം അസ്തി, ഇതിന് ഒരു കാരണം ഉണ്ട്. തർഹി ബ്രഹ്മ ഏവ, ആ കാരണവസ്തു ബ്രഹ്മം തന്നെയാണ്. മന്ദധി സത്ത് അസത്ത് ഇതി മുഹ്യതി, മന്ദബുദ്ധികൾ ജഗത്തിനെപ്പറ്റി ഇത് സത്തയുള്ളതാണ് സത്തയില്ലാത്തതാണ് എന്നെല്ലാം മോഹിക്കുന്നു. ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ട്. കാര്യകാരണങ്ങളിൽ കാരണവസ്തു തന്നെയാണ് കാര്യമായി പ്രകാശിക്കുന്നത്. ഈ കാര്യം പല ഉദാഹരണങ്ങളോടുകൂടി മുൻ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ ജഗത്ത് എന്ന കാര്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്നു. ഈ ജഗത്ത് ഒരു കാര്യമായതിനാൽ ഇതിന് തീർച്ചയായും ഒരു കാരണവസ്തു ഉണ്ടാവും. ആ കാരണവസ്തുവിനെയാണ് നാം ബ്രഹ്മം എന്ന് പറയുന്നത്. കാര്യകാരണങ്ങളിൽ കാരണവസ്തു തന്നെയാണ് കാര്യമായി പ്രകാശിക്കുന്നത് എന്ന തത്വമനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രപഞ്ചമായി നിൽക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. ഇതിനെ ബ്രഹ്മമായിട്ട് കാണുമ്പോൾ പ്രപഞ്ചം ഇല്ലാതാകും. ബ്രഹ്മവും പ്രപഞ്ചവും വേറെ വേറെ 2 വസ്തുക്കളായിട്ട് ഉണ്ട് എന്ന വിശ്വാസം അജ്ഞാനമാണ്, യുക്തിരഹിതവുമാണ്. എന്തെന്നാൽ കയറിനെ പാമ്പ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചയാൾ താൻ കയറിനെ തന്നെയാണ് പാമ്പായിട്ട് കണ്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് അവിടെ കയറിനെ മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ അവിടെ കയറും പാമ്പും രണ്ടും ഉള്ളതായി കാണുകയില്ല. അതായത് പ്രപഞ്ചമെന്നും ബ്രഹ്മമെന്നും 2 വസ്തു ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രപഞ്ചബോധത്തിൽ നിൽക്കുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നില്ല. ബ്രഹ്മജ്ഞാനിയുടെ മുമ്പിൽ പ്രപഞ്ചമില്ല, സർവത്ര ബ്രഹ്മം തന്നെയാണ്. സ്വർണ്ണാഭരണങ്ങളെല്ലാം സ്വർണം മാത്രമാണെന്നും മൺപാത്രങ്ങളെല്ലാം മണ്ണ് മാത്രമാണ് എന്നും പറയുന്നത് പോലെ ബ്രഹ്മം എന്ന കാരണവസ്തുവാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ചദൃശ്യം മുഴുവനും ബ്രഹ്മം തന്നെയാണ്. ഒരു കഥകളി നടൻ ദുര്യോധനൻ്റെ വേഷം കെട്ടിയാൽ അവിടെ ദുര്യോധനൻ ജനിച്ചുവെന്നും അയാൾ ആ വേഷം അഴിച്ചു വെച്ചാൽ ദുര്യോധനൻ മരിച്ചു എന്നും പറയുമോ? സ്വർണവള ഉരുക്കി അതുകൊണ്ട് സ്വർണമാല ഉണ്ടാക്കിയാൽ വള മരിച്ചു എന്നും മാല ജനിച്ചു എന്നും പറയുന്നത് പോലെയാണ് ഇവിടെ നടക്കുന്ന സൃഷ്ടിലയങ്ങൾ അഥവാ ജനന മരണങ്ങൾ. ഒന്നിന് സത്തയുണ്ട്, ഒന്നിന് സത്തയില്ല എന്ന് പറയാൻ ഇവിടെ 2 വസ്തുക്കളില്ലല്ലോ. ആകെ ഒന്നല്ലേ ഉള്ളൂ. ആ ഒന്ന് ബ്രഹ്മമാണ്.
അത് മാത്രമേ ഉള്ളൂ. സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും സൃഷ്ടി എന്ന കർമ്മവും എല്ലാം ആ ഏകമായ ബ്രഹ്മത്തിൽ നടക്കുന്ന കേവല സങ്കല്പങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ബ്രഹ്മം ഏവ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. മന്ദധി സദസത് ഇതി മുഹ്യതി, സത്തയുള്ളതായ ബ്രഹ്മത്തെ അസത്തായിട്ടും, അതായത് ബ്രഹ്മം ഇല്ല, ജഗത്ത് മാത്രമേ ഉള്ളൂ എന്നും, കാര്യവും കാരണവും രണ്ടും സത്തയുള്ളതാണ് എന്നും, അതായത് സ്രഷ്ടാവായ ദൈവവും സൃഷ്ടിയായ ലോകവും രണ്ടും ഉള്ളതാണ് എന്നും ഇങ്ങനെ പലവിധം മന്ദബുദ്ധികൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. അതായത് ഭൗതികവാദവും ദ്വൈതവാദവും രണ്ടും അവിദ്യയാണ്. അവ രണ്ടും തത്വബോധമില്ലാത്തവരുടെ യുക്തിഹീനങ്ങളായ വിശ്വാസങ്ങളാണ്. പരിണാമ സിദ്ധാന്തക്കാരൻ രൂപങ്ങളിൽ വരുന്ന പരിണാമങ്ങളെ പറ്റിയാണ് പറയുന്നത്. രൂപങ്ങളെ നിരന്തരം മാറ്റിക്കൊണ്ട് അവയിൽ പ്രവർത്തിക്കുന്ന രൂപമില്ലാത്തതും മാറ്റമില്ലാത്തതുമായ സത്തയെ അയാൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഭൗതികമായ ശാസ്ത്രങ്ങളെയും അവിദ്യയാണ് എന്ന് പറയുന്നത്. അവിദ്യയെ വിദ്യയായിട്ട് കരുതുന്നവരെയാണ് ഇവിടെ ഗുരുദേവൻ മന്ദധി, ശരിയായ അറിവില്ലാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.